എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രൈഡേ വ്ളോഗാണ് കേട്ടോ. ഫ്രൈഡേ അറിയാമല്ലോ, ഇവിടെ എല്ലാവർക്കും ലീവായിരിക്കും, മോൾക്ക് സ്കൂളും ഓഫീസും ഒന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവാണല്ലോ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ. അപ്പോൾ ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. സാധാരണ ഒരു 5 മണി 5:15 എഴുന്നേക്കുന്നുണ്ടെങ്കിൽ ഈ ഫ്രൈഡേ എഴുന്നേൽക്കുക 8:30 8:45 9 മണി 9:30 ആവാറുണ്ട് കേട്ടോ ചില ഫ്രൈഡേകളിൽ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എടുത്ത ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ എഴുന്നേറ്റത് 9:15 ആയിട്ടുണ്ട് എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഉറങ്ങും, ഫ്രൈഡേ ആ ഒരു ദിവസമല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ ഉറങ്ങാനായിട്ട്. അപ്പോൾ ആ ഒരു ദിവസം നന്നായിട്ട് കിടന്ന് ഉറങ്ങി ഒരു 9:15 അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം പിന്നെ കിടക്കാനായിട്ട് തേഴ്സ്ഡേ കിടക്കാനായിട്ടും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഉണ്ട് കേട്ടോ എഴുന്നേക്കാൻ ലേറ്റ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നതെന്ന് പറയുന്നത് എപ്പോഴും ചെയ്യുന്ന പോലെ, എല്ലാവരും ചെയ്യുന്ന പോലെ ഫ്രഷ് ആവുക എന്നുള്ളതാണ്. ഞാൻ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം ക്ലീൻ ആക്കി എടുക്കാറുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് ആകെ മൊത്തം ഒരു എണ്ണമയായിരിക്കും. ഓയിലി സ്കിന്നുകാർക്ക് അറിയാമല്ലോ, എണ്ണമയായിരിക്കും. അപ്പോൾ അതൊക്കെ ഫേസ് വാഷ് ഇട്ട് കഴുകി കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുറേ അങ്ങ് ഫ്രഷ് ആകും. എന്നിട്ട് ബ്രഷ് ചെയ്യാൻ നിൽക്കും കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ. അതിനുശേഷം മുടിയൊക്കെ ഒന്ന് വാരി ഒതുക്കി കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് ഏട്ടനും എഴുന്നേൽക്കാനായിട്ട് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെക്കാളും മുന്നേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടന് അർജൻറ്റായിട്ട് എന്തോ വർക്ക് ചെയ്ത് തീർക്കാനുള്ള കാരണം എന്നെക്കാളും മുന്നേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ എഴുന്നേറ്റ് ഉടനെ തന്നെ കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് കൊണ്ട് കൊടുക്കുകയാണത്. അപ്പോൾ എനിക്കും കൂടിയുള്ള കട്ടന് ഏട്ടൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആവില്ലേ, ഈ കട്ടൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഇതുണ്ടാവുമല്ലോ കോക്കനട്ട് ബണ്ണ്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയുക ദിൽക്കുഷ് എന്നാണ് കേട്ടോ, കോക്കനട്ട് ബണ്ണ് എടുത്ത് കൊണ്ട് കൊടുത്തു. അപ്പം അതും കട്ടനും കൂടിയിട്ട് ഏട്ടൻ കഴിച്ചു. അപ്പോൾ ചെറിയൊരു പീസ് കോക്കനട്ട് ബണ്ണ് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കട്ടനും അടിപൊളിയായിരുന്നു കേട്ടോ. സാധാരണ അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേയുള്ള ചായയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സാധാരണ ദിവസങ്ങളിൽ. ഇന്ന് പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ലേറ്റായി. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും അതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു, കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരെ വന്നത് കിച്ചണിലോട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ നോക്കണം. അതിന് മുന്നേ കിച്ചൺ ഒന്ന് ഒതുക്കിയിടാനുണ്ട് കേട്ടോ. കാരണം ഇന്നലെ വ്യാഴാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വരാനായിട്ട്. അപ്പോൾ സിങ്കിൽ കുറച്ച് പാത്രങ്ങളുണ്ട് എനിക്ക് കഴുകാനായിട്ട്. അതേപോലെ കിച്ചണൊക്കെ കുറച്ചൊന്ന് എന്താ പറയുക അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി തലേന്നൊക്കെ കഴുകി വെച്ച പാത്രങ്ങൾ ആദ്യം ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. അതത് സ്ഥാനങ്ങൾ എടുത്ത് വെച്ചെന്ന് കഴിഞ്ഞാൽ കിച്ചൺ കുറേ നമുക്കൊന്ന് ഒതുങ്ങി കിട്ടും. എന്നിട്ട് നമ്മൾ പണികളൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു നീറ്റായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് സിങ്കിലുള്ള പാത്രങ്ങൾ ഒന്ന് കഴുകി എടുക്കാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആദ്യം ഈ ഒരു ബാസ്ക്കറ്റിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് അതിൻ്റേതായ ഒരു കറക്റ്റ് സ്ഥലത്തൊന്ന് എടുത്ത് വെക്കണം. ഇനി ഞാൻ ഈ ഒരു സിങ്കിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ കേട്ടോ. സാധാരണ ഇതുപോലെ സിങ്കിലിട്ടിട്ട് ഞാൻ പാത്രം വെക്കാറില്ല. തലേ ദിവസം തന്നെ എല്ലാം അന്നന്ന് തന്നെ കഴുകി വെക്കാറുണ്ട്. ചിലപ്പോഴും കുറച്ച് പാത്രങ്ങൾ ഒഴിഞ്ഞ് ബാക്കിയായാലായി. പക്ഷേ ഇന്നലെ എന്തോ ലേറ്റായി വരാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ പിന്നെ കഴുകാനായിട്ട് നിന്നില്ല. പിന്നെ നാളെ ഫ്രൈഡേ അല്ലേ എന്നും കൂടി വിചാരിച്ചിട്ട് പിന്നെ നല്ല മടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒട്ടും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആദ്യം ഒന്ന് ഒതുക്കി വെച്ചിട്ട് കഴുകി ഒന്ന് നീറ്റായിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റായിട്ട് നിന്നിരുന്നാൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു എന്താ പറയുക, നമുക്ക് തന്നെ മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുമല്ലോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് നീറ്റായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഈ പാത്രങ്ങളൊന്ന് കഴുകിയെടുക്കട്ടെ. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പും അതേപോലെ സിങ്കൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുടച്ചിട്ടാൽ തന്നെ അവിടെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നല്ല ക്ലീനായി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ തലേന്ന് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തലേന്ന് ഞാൻ മാവ് അരച്ച് വെക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉപ്പ് കുറവായിരുന്നു മാവിൻ്റെ ടേസ്റ്റ് നോക്കിയ സമയത്ത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്പം പെട്ടെന്ന് ചുട്ടെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ കറി ഓൾറെഡി തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും മാത്രം മതി. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് ചുട്ടെടുക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ ഓരോന്ന് ചുടുന്നതിനനുസരിച്ചിട്ട് കാസ്ട്രോളിലോട്ട് മാറ്റുകയാണ് കേട്ടോ. കാരണം ഞാൻ ഏട്ടന് മാത്രമേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നുള്ളൂ, പിള്ളേരൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ ഇത് ചുട്ടെടുത്ത് തന്നെ പ്ലേറ്റിലോട്ട് മാറ്റുന്ന സമയത്ത് പിള്ളേരെ എഴുന്നേൽക്കുമ്പോഴേക്കും ആകെ മൊത്തം ചൂടൊക്കെ ആറി ഒരു വല്ലാത്ത രീതിയിലാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചൂടോട് കൂടി തന്നെ കാസ്ട്രോൾ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരെ എഴുന്നേൽക്കുമ്പോൾ പതുക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനെല്ലാം ഒന്ന് കാസ്ട്രോളിലോട്ട് ഇട്ട് വെക്കാൻ കേട്ടോ. അപ്പോൾ കറി ഓൾറെഡി ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു അപ്പമൊക്കെ ചുട്ട് തീരുമ്പോഴേക്കും നമ്മുടെ ഷേത്തു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കുള്ള പാലാണ് ഞാനൊന്ന് ചൂടാക്കിയിട്ട് ഗ്ലാസ്സിലോട്ട് മാറ്റുന്നത്. ചായ ഞാൻ അങ്ങനെ അവൾക്ക് കൊടുക്കാറില്ല. ഒന്നെങ്കിൽ പാല് അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം, അത് മാത്രമാണ് കേട്ടോ കൊടുക്കാറ്. അപ്പോൾ അതിനിടയിൽ ഷേത്തു എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് ടേസ്റ്റ് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അവളുടെ മുന്നിൽ വെച്ചിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യണം കേട്ടോ. ലഞ്ചിന് മുന്നേ ഞാനൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം മാത്രമാണ് നടക്കുക. കാരണം ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ എല്ലാവരും ബിസിയാണ്. മോള് രാത്രി വന്നു കഴിഞ്ഞാൽ പഠിക്കേണ്ട ബിസി ആയിരിക്കും. ഏട്ടൻ എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് വരാൻ തന്നെ ലേറ്റ് ആവും. പിന്നെ ആകെ ഈ ഒരു ദിവസമാണ് കിട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും പറയാനും ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു ദിവസമാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇതുപോലെ അങ്ങോട്ട് ഇരിക്കും. പിന്നെ ഈ ഒരു മോൻ എന്ന് പറയുന്നത് ലച്ചുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്യയ്ക്ക് ഇവിടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ. പിള്ളേർക്ക് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്, ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ മൊബൈലിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ചാനൽ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ നോക്കുകയാണ്. എന്നിട്ട് ഞാനിങ്ങനെ ഓരോന്ന് ചാനലിനെ പറ്റിയിട്ട് ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ ഷേത്തു അവളുടെ ഒരു കുഞ്ഞു ബാഗ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഞാൻ മുഖത്ത് തേച്ച് കൊടുക്കുന്നത് പോൺസിൻ്റെ ഒരു ജെൽ മോയ്സ്ചറൈസർ ക്രീമാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അതും പിന്നെ ഇച്ചിരി ബി ബി ക്രീമും മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു മോയ്സ്ചറൈസർ ജെൽ ക്രീം, അതായത് പോൺസിൻ്റെ ഈ ഒരു ക്രീം നല്ലതാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യത്തെ ബോട്ടിലാണിത്. പക്ഷേ എനിക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു പെട്ടെന്ന് അബ്സോർബ് ആവും മുഖത്ത്. നല്ലൊരു ക്രീമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡ്രൈ ടു നോർമൽ സ്കിന്നിന് ഉപയോഗിക്കാം കേട്ടോ. നല്ലൊരു ക്രീമാണ്. പ്രൊമോഷനായിട്ട് പറയല്ല, ഞാൻ എൻ്റെ സിൻസിയറായിട്ടുള്ള അഭിപ്രായം പറയാൻ കേട്ടോ. നല്ലതായിട്ട് തോന്നി. ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കും. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ആ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ വാസ്ലിനാണ് കേട്ടോ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നതിന് മുന്നേ ഇതുപോലെ വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലരുടെ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതുപോലെ വാസ്ലിനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലിപ് ബാമോ അങ്ങനെയൊക്കെ തേച്ച് കൊടുക്കുന്നത് കഴിഞ്ഞാൽ ലിപ്പ് അധികം ഡാർക്ക് ആവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അറിയാത്തവർക്ക് ഉപകാരമായിരിക്കും. അതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പിള്ളേരെ റെഡിയാക്കേണ്ട ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ലച്ചുവിനെ റെഡിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ തന്നെ മുടിയൊക്കെ കെട്ടി അടിപൊളിയായിട്ട് ഒരുങ്ങിക്കോളും. ഷേത്തുവിനെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഷേത്തുവിനെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഷേത്തുവിനെ ഇതുപോലെ ഓരോന്ന് പറഞ്ഞിട്ട് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. ഓരോ കഥകളൊക്കെ പറഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഥയൊക്കെ കേട്ട് അങ്ങനെ അങ്ങ് റെഡി ആയിക്കോളും. അവൾ അറിയില്ല റെഡി ആവുന്നത്. കഥ കേട്ടിട്ട് ആ ഒരു രീതിയിൽ അങ്ങ് റെഡി ആയിക്കോളും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഓടിക്കളയും കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അതിനിടയിൽ ഞാൻ എൻ്റെ ടോപ്പ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടോപ്പിൽ ഞാൻ അത്ര കംഫർട്ട് ആയിരുന്നില്ല. എന്തോ എനിക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ കൂടെ ആ ഒരു ടോപ്പ് അത്ര മാച്ചാകുന്നത് പോലെ തോന്നിയില്ല. ഇതാകുമ്പോൾ അതങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നല്ല സ്ട്രെച്ചായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇടാനും നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ടോപ്പാണ് ഇതിൽ കൂടുതൽ മാച്ചാകുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷേത്തുവിനൊന്ന് മുടി കെട്ടി കൊടുക്കണം. അവൾക്കിപ്പോൾ മുടി ഞാനങ്ങനെ കട്ട് ചെയ്യാറില്ല, വളർത്താനാണ് ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് കണ്ണിലേക്കൊക്കെ വീഴുന്ന കാരണം മുടി ഒന്ന് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും ഏകദേശം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇറങ്ങാൻ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തുമ്പോൾ നന്നായിട്ട് ലേറ്റ് ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പാർക്കിൽ പോകാനാണ് കേട്ടോ ഉദ്ദേശം. പക്ഷേ ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത് കുറച്ച് ദൂരമുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറൊക്കെ ഉണ്ട് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പതുക്കെ പോയി തുടങ്ങി. ഫ്രൈഡേ ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തുള്ള വ്യൂ ആണ്. ഞാനിപ്പോൾ ഉണ്ടായിരുന്നത് അത് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. ഞാനിപ്പോൾ ഉള്ളത് സൗദിയിലാണ്. സൗദി ജുബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം പാർക്കിൻ്റെ അടുത്ത് എത്താനാവുമ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടോ. എനിക്ക് തോന്നുന്നു 7 മണി 7:30 ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പാർക്കൊക്കെ ഡേ ടൈമിൽ കാണുമ്പോഴായിരിക്കും കൂടുതൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഒരു ഡക്ക് ലേക്കിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. നിറയെ ഡക്സൊക്കെ ഉള്ളത് നല്ല കാണാനായിട്ട് നല്ല സ്ഥലമാണ്. പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ട് നല്ലൊരു ഏരിയയാണ്. പക്ഷേ ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് കുറച്ച് ദൂരമുണ്ട് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്താനും ലേറ്റായി, ഇറങ്ങാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു.
ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇവിടെയുള്ള ഒരു മോസ്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു രാത്രിയുള്ള വ്യൂ കാണാനായിട്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. ഏകദേശം ഈ ഒരു ലേക്കിൻ്റെ അടുത്താണ് ഈ ഒരു മോസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഡക്സ് ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു ഈ ഒരു ദിവസം ആയതുകൊണ്ട്, ഫ്രൈഡേ ആയതുകൊണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നിന്നൊക്കെ സൗദി എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. അതുകൊണ്ടൊക്കെ ഒത്തിരി പേര് പുറത്തൊക്കെ വന്നിട്ടുണ്ട്, അവരവരുടേതായ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ പതുക്കെ ആ ഒരു ഡക്സിനെ കാണാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോവാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ കളിക്കാനും കാണാനായിട്ട് നല്ലൊരു ഏരിയ ആണ്. ഇതുപോലുള്ള കാണുന്ന സമയത്ത് പിള്ളേർക്ക് കാണാനായിട്ടും ഇത്തിരി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കാണാനായിട്ട്. ഒത്തിരി ഡക്സ് ഉണ്ടായിരുന്നു, കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ചില കുഞ്ഞുങ്ങൾ അതിനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഞാനിത് അടുത്തു നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു മോള് ഇതുപോലെ എടുത്ത് നടക്കാൻ കേട്ടോ. ഞാനതിനെ തൊടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ പുള്ളിക്കാരി പതുക്കെ അടുത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ തൊടിയിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ പോയിൻ്റുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ചുമ്മാ അതൊക്കെ പോയിരിക്കാനായിട്ട് നല്ലത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ നേരെ വന്നത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് കയറിയത് ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല. ഓൾറെഡി വീഡിയോ നല്ല ലെങ്തായി, അപ്പോൾ കാണുന്നവർക്ക് നിങ്ങൾക്കും ബോറടിച്ച് തുടങ്ങും. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കാണുന്നവരൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക. പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സിമിനാസ് ഫുഡ് വേൾഡ്. ബൈ.